ഹായ്, ഞാൻ അനുദീപ്. ഈ PSC UPSC എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവേ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ്റെ ഒരു ലെവലാണ്. ഉത്കണ്ഠയാണ്. എക്സാം എഴുതാൻ പോകുമ്പോഴും വീട്ടിലിരിക്കേണ്ട ടെൻഷനാണ്. നമുക്ക് ഈ ഭയത്തിനെ അല്ലെങ്കിൽ ടെൻഷനെ മറികടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് ആ ടെൻഷൻ്റെ സ്രോതസ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നതെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ടെൻഷൻ്റെ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ? തോറ്റു പോകുമോ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്തയെ നിങ്ങൾക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കൂടെ പ്രൊഡക്റ്റീവായി പഠിക്കാനും പരീക്ഷ അപ്രോച്ച് ചെയ്യാനും പരീക്ഷ ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ ഏത് പരീക്ഷയായിട്ട് അതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സും റാങ്ക് ലഭിക്കാതെ പോകുന്ന ആൾക്കാരും, ഈ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരും ഈ സെയിം ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ വ്യത്യസ്തരാകുന്ന ഫാക്ടർ എന്താ? അവരിതിനെ ഡീൽ ചെയ്ത രീതിയാണ്. റാങ്ക് ഹോൾഡേഴ്സിനും ഇതേ പേടിയുണ്ടായിരുന്നു പണ്ട്. പക്ഷേ അവർ ആ പേടിയെ ഓവർകം ചെയ്ത് കൂടുതൽ സമയം കുത്തിയിരുന്ന് പഠിച്ചു. മറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരോ, ഈ ടെൻഷൻ കൂടിക്കൂടി അവർ ആ സ്റ്റഡീസിനെ അത് ബാധിച്ചു. ആ സ്റ്റഡീസിലുള്ള പെർഫോമൻസ് കുറഞ്ഞു. അത് കാരണം മാർക്ക് നഷ്ടമാവുന്നു. സോ നിങ്ങൾ ആ ഒരു റാങ്ക് ഹോൾഡർ മെൻറ്റാലിറ്റി വേണം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി അവിടെ തീർന്നു. ഈ രീതിയിൽ തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വിജയം നിങ്ങളെ തേടി വരുമെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം വേണം. അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി കൂട്ടി കുളമാക്കരുത്. ഒരു ഉദ്യോഗസ്ഥൻ, സിവിൽ സർവൻ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള സ്കില്ലുണ്ടോ എന്നും ഈ പരീക്ഷകളിലൊക്കെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ സ്ട്രെസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് എക്സാം ഹോളിലും നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ കൂട്ടത്തിലൊക്കെ പ്രൂവ് ചെയ്തെടുക്കുക. ഒരു സിവിൽ സർവൻറ്റ് അയാളുടെ ട്രെയിനിങ് ആരംഭിക്കുന്നത് പരീക്ഷ ജയിച്ചതിന് ശേഷമല്ല, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്ന മൊമെൻറ്റിൽ തന്നെയാണ്. അവിടെ നിങ്ങൾ സെൽഫ് ട്രെയിൻ ചെയ്യേണ്ടതും പ്രോപ്പറായി സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് തന്നെയാണ്. അതിനുവേണ്ടി മെഡിറ്റേഷൻ യൂസ് ചെയ്യാൻ, ബ്രീത്തിങ് എക്സസൈസസ് യൂസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതിനൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അപ്പം പ്രോപ്പറായി പഠിക്കാൻ വേണ്ടി പ്രോപ്പറായി നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യണം. കമൻറ്റ് ചെയ്യാം കേട്ടോ. പ്രോപ്പറായി നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യും എന്ന് കമൻറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.